വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തലവടി പഞ്ചായത്ത് 11-ാം വാർഡ് അംഗം അജിത് പിഷാരത്ത് ക്യാമ്പിന്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ താമസിക്കുന്ന 30-ലേറെ കുടുംബങ്ങൾക്ക് മെഡിക്കൽ പരിശോധനയും ചികിത്സയും ലഭിച്ചു. ക്യാമ്പിൽ കഴിയുന്ന 8 അതിഥി തൊഴിലാളികളും ചികിത്സ തേടി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുട്ടനാട്ടിൽ ജലജന്യ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, പനി എന്നിവ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരളത്തില് പെട്ടെന്നുണ്ടായ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുകയുണ്ടായി. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഏരിയയിൽ തലവടി, മുട്ടാർ, പെരിങ്ങര, എടത്വ പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിൽ ആകുകയും അവിടെയുള്ള പല കുടുംബങ്ങളും സ്കൂളുകളിലും മറ്റ് പൊതുസ്ഥാപനങ്ങളിലൊക്കെ അഭയം തേടേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുകയാണ് കാരുണ്യ സ്പർശവുമായി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി കണക്ഷന്റെ ഭാഗമായി ഞങ്ങൾ ഇപ്പോൾ ഈ ചെയ്യുന്നത് 16-ാമത്തെ ക്യാമ്പാണ്. തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ 7 ക്യാമ്പുകൾ, മുട്ടാർ പഞ്ചായത്തിൽ 4 ക്യാമ്പുകൾ, തലവടി പഞ്ചായത്തിൽ 3 ക്യാമ്പ്, എടത്വ പഞ്ചായത്തിൽ 2 ക്യാമ്പ്, ഇങ്ങനെ ആകെ 17 ക്യാമ്പുകൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെയുള്ള പൊതുഭരണ രംഗത്തുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയുമായിട്ടൊക്കെ ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. ഏകദേശം 2000-ൽ പരം ആളുകളെ ഒരു പരിധിവരെ ഈ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതാശ്വാസത്തിൽ ആരോഗ്യത്തെ പരിരക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. അവരൊക്കെയും വളരെ സന്തോഷത്തോടുകൂടി ക്യാമ്പിൽ വന്ന് പങ്കെടുത്ത് മരുന്ന് മേടിച്ച് മടങ്ങിപ്പോകുന്നു. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡയറക്ടറായിരിക്കുന്ന ജോർജ് ചാണ്ടി മറ്റീത്ര സാറിന്റെ നിർദ്ദേശമാണ് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. മാനേജ്മെന്റിനോടുള്ള നന്ദി അറിയിക്കുന്നു. പൊതുഭരണ പ്രദേശത്തുള്ള ജനകീയ നേതാക്കന്മാര്, രാഷ്ട്രീയ പ്രവർത്തകര്, പൊതുപ്രവർത്തകര്, അവരുടെ എല്ലാവരെയും സാന്നിധ്യവും സഹകരണവും ഇത് വൻ വിജയമായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. കൂടുതൽ മെച്ചമായി വരും കാലങ്ങളിൽ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യരംഗത്ത് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മലിനജലത്തിന്റെ ഉപയോഗം വയറിളക്കം, കോളറ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുമെന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകുന്നത് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഇടയാക്കുമെന്നും ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. മുട്ടാർ, പെരിങ്ങര, എടത്വ, തലവടി പഞ്ചായത്തുകളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 17 ക്യാമ്പുകളിൽ BCMCH മെഡിക്കൽ സംഘങ്ങൾ പരിശോധന നടത്തി മരുന്നുകൾ വിതരണം ചെയ്തു. ബിലീവേഴ്സ് ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരായ ദബോറ വി ബിജു, ഗോകുൽ MG, നിഷ VG, V ജയലക്ഷ്മി, KV വിവേക് തോമസ്, വിഷ്ണുമായ, കൃഷ്ണകുമാർ എന്നിവർ മെഡിക്കൽ ക്യാമ്പുകളിൽ നേതൃത്വം നൽകി. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മാനേജർ അവിര ചാക്കോ ക്യാമ്പുകളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ.